ഇനിയിപ്പോ ദേ അടുത്ത പുലിമടയിലേക്ക് നമുക്ക് പോകേണ്ട ഒരു സമയമായിട്ടുണ്ട്. ശ്യാമപ്രസാദ് ഉത്തമൻ തയ്യാറായിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കണം. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പുലികളൊക്കെ തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കുഞ്ഞു കലാകാരന്മാരുൾപ്പെടെയുള്ള നിരവധി. ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു, സാധാരണ കുറച്ച് പ്രായം ചെന്നവർ അങ്ങനെ വരയ്ക്കുന്നവരാണ് കാണാറ്, പക്ഷെ ഇത്തവണ കുട്ടികളാണ്. അവരുടെ അടുത്തേക്ക് പോയിട്ട് നമുക്കൊന്ന് വരാം. പേരെന്താ? രാജേട്ടന്റെ കുടുംബക്കാരാണോ? അതല്ലേ. നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ? കുറച്ചധികം പേരുണ്ട്. എന്താ ചെയ്യുന്നത്? ഞാൻ ബിടെക് ചെയ്യാം. അപ്പം ഇത്തവണ പുലികളിക്ക് കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്നു വരയ്ക്കാനായിട്ട്. നമ്മൾ ഏതാ വരയ്ക്കുന്നത്? വരയമ്പുലി. അപ്പൊ ഗംഭീരാവട്ടെ. അപ്പൊ എന്തായാലും കലാകാരന്മാരുടെ കുടുംബമാണ്. രാജേട്ടനെ രാവിലെ പരിചയപ്പെട്ടു. അപ്പൊ പറഞ്ഞു നമ്മുടെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഓരോ ടീമിന്റെ ഒക്കെ ഒപ്പം ഉണ്ട് എന്നുള്ളത്. ഒരു ഫാമിലിയിൽ നിന്ന് 45 കലാകാരന്മാരെന്ന് പറയുമ്പോൾ അത്ര നിസ്സാര കാര്യമല്ല. അതെന്തായാലും നമുക്ക് ശ്യാമിലേക്ക് പോയിട്ട് വരാം. ശ്യാമ, അവിടുത്തെ ഒരു ആവേശം എത്രത്തോളം ഉണ്ട്? നമ്മളിത് അവിടെ ഏകദേശം എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പുലികൾ എത്തി അങ്ങനെ വര ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ വെറൈറ്റികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഒരു പുലിവാല് നേരത്തെ നമ്മൾ കാണിച്ചു. വരും വഴിയെ നമ്മൾ ഓരോ സസ്പെൻസുകൾ എന്താണെന്ന് പതിയെ പതിയെ പൊട്ടിക്കും. അവിടെ എന്താണ് കാഴ്ചകൾ? ഹിമ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സസ്പെൻസ് എന്ന് പറയുന്നത് ഈ സാധാരണഗതിയിൽ ഈ പുലിവേഷം കെട്ടുന്നത് ആണുങ്ങളാണ്. എന്നാൽ ഇക്കുറി ഈ സീതാറാം വിൽദേശത്തിന്റെ കൂടെ പുലിവേഷം കെട്ടാൻ ഒരു പെൺപുലി കൂടിയുണ്ട്. ആ പെൺപുലിയാണ് ഇവിടെ നിൽക്കുന്നത്. ഹലോ. എന്തായാലും നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇന്ന് വീണ്ടും പുലിവേഷം കെട്ടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക. എപ്പോഴാ വേഷം ഇടുക? ഒരു മണിക്കൂറുടെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുലിയാവും. എപ്പോഴും പുലിയാണ്, എന്നാലും പുലിയാവും. ഈ മറ്റു പുലികളെ കണ്ടപ്പോഴത്തേക്ക് എന്താ തോന്നുന്നത്? പെട്ടെന്ന് വേഷം ഇട്ടാൽ മതി തോന്നുന്നു. അത്രക്ക് അങ്ങോട്ട് ആവേശമാണ്. അതെ. അപ്പൊ ഇന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. എന്തോ വിവാഹ വാർഷികം? ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അത് 18 വർഷം കഴിഞ്ഞു, 19ാമത്തെ വർഷത്തിലേക്ക് കയറി. അപ്പോൾ ഹസ്ബൻഡുമായിട്ടാണ് എത്തിയത്? തീർച്ചയായും. ഇത് ഇവിടെ ഉണ്ട്. വിവാഹ വാർഷിക ആശംസകൾ. ഓക്കെ. അപ്പോൾ ഈ പെൺപുലി അല്പ നിമിഷം കൂടി കഴിയുമ്പോൾ വേഷങ്ങളൊക്കെ ഇടും. അങ്ങനെ സീതാറാമിന് വേണ്ടി നിമിഷയാണ് ആ പെൺപുലി വേഷം കിട്ടുന്നത്. കൂടാതെ ഇവിടെ ആ പുലികളൊക്കെ ഇങ്ങനെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പുലികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലൂറസെൻ്റ് പുലി, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പുലികളുണ്ട്. അങ്ങനെ ഓരോ പുലികളും ഇങ്ങനെ വേഷമിട്ട് സജ്ജമായി കൊണ്ട് നിൽക്കുകയാണ്. ആ രണ്ട് കൈകളും ഇങ്ങനെ വടിക്ക് കുത്തിപ്പിടിച്ചിങ്ങനെ വേഷമിടാൻ വേണ്ടി മണിക്കൂറുകളോളം ഇവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഈ വരകളെല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ ഈ പുലികളുടെ ശരീരം ഇങ്ങനെ അണങ്ങും. ദേ കണ്ടില്ലേ, ഒന്ന് അനക്കിക്കേ. അതെ, പുലികളൊക്കെ അങ്ങനെ ജീവൻ വെച്ച് തുടിക്കുകയാണ്. അങ്ങനെ ഇവിടെ പുലികൾക്ക് ജീവൻ തുടിപ്പിക്കുന്നത് അത് പുലിവരക്കാരാണ്. ഈ പുലിവര ഇപ്പോൾ ഇടത്തോളായി? പുലിവര ഒരു പകുതിയിലേക്കും കൂടുതലായി. എത്ര വർഷമായിട്ട് ഇങ്ങനെ വരക്കുന്നുണ്ട്? ഞാൻ 15 വർഷമായി. 15 വർഷമായി. ഒരുപാട് പുലികൾ നമുക്കിവിടെ. ഈ ഓരോ പുലികളും അല്പം മുമ്പ് അവിടെ അരുണാമൃതനാഥും ഷിനോജും ഒക്കെ പുലികളുടെ വയറളന്നെങ്കിൽ ഇവിടെ അളക്കേണ്ട ആവശ്യമില്ല. അത്രയേറെ വയറുകളുള്ള പുലികളാണ്. അങ്ങനെ ഗടാഗടിയന്മാരായിട്ടുള്ള വലിയ പുലികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ പുലികളൊക്കെ ഇങ്ങനെ അല്പനിമിഷം കൂടി കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും സജ്ജമായി ഇവിടെ ഒരു ആവേശം അങ്ങനെ അലതല്ലി വാനോളം എത്തും. ഏകദേശം പകുതി വരച്ചു കഴിഞ്ഞല്ലേ? എത്ര വർഷമായിട്ട് പുലിവേഷം കിട്ടുന്നു? ഞാനൊരു 6 വർഷമായിട്ടുള്ളൂ. ഈ ദേശത്തിന്റെ കൂടെയാണോ കേട്ടാറ്? അതിപ്പോ മാറി വരും. നമ്മളാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ കപ്പടിക്കുമോ? കപ്പടിക്കും. അതാണ് നമ്മുടെ ആത്മവിശ്വാസം. അതിനുള്ള കളി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, എന്ത് പറ്റി? അതൊന്നുമില്ല, മൊത്തത്തില് ശ്യാമ. അപ്പൊ എല്ലാവരും തന്നെ കപ്പടിക്കാൻ തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവരും ആ കപ്പടിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ഒരുക്കങ്ങളൊക്കെ തന്നെ അതെ. അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ സസ്പെൻസുകൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടെന്നാണ്. കഴിഞ്ഞ തവണയും ഈ പറഞ്ഞ പോലെ തന്നെ പെൺപുലി ഉണ്ടായിരുന്നു, പുലിവണ്ടിയും ഗംഭീരമായിരുന്നു. അങ്ങനെ ഒരുപാട് സസ്പെൻസുകൾ ഉണ്ടായിരുന്നു. നമുക്ക് അയ്യന്തോളിലേക്ക് ഒന്നുകൂടി പോയിട്ട് വരാം. അവിടുത്തെ ആവേശം കുറച്ച് വലുത് തന്നെയാണ്. അവിടെ അവര് എന്തൊക്കെയോ ഇളക്കി മറിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അവിടെ ഇനി ഇളക്കി മറിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഷിനോജ്, അരുണേ, എന്താ ഇനി അവിടെ നിന്ന് ഇളക്കാനുള്ളത്? അളക്കാൻ 1, 2, 3, 4 അങ്ങനെ എണ്ണി 51 പുലിയുണ്ട് ലിഷോയി. എന്റെ പോനെ, നമ്മളാകെ അളന്നത് എത്ര അളന്നു? നമ്മളാകെ 10-ൽ താഴെ. ഇനി സസ്പെൻസ് ബാക്കി വെച്ചേക്കാം. ലിഷോയൊക്കെ ഞെട്ടാൻ പോവല്ലേ മെയിൻ? അല്ല എന്നാലും പറഞ്ഞേക്കാം, മെയിൻ പുലികളെ നമ്മൾ മാറ്റി നിർത്തിയാണ്. അപ്പൊ അളന്നിട്ടില്ല. ലിഷോയ്ക്കൊക്കെ അതൊരു ഷോക്ക് ആവട്ടെ. അവസാന നിമിഷങ്ങളിലൊക്കെ തന്നെ ഈ ചായ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അതെന്ന് പറഞ്ഞാൽ സസ്പെൻസ് പുലികളാണ്. അതിൽ ഒരു പുലിയാണ് നമ്മളവിടെ നിൽക്കാൻ പോകുന്ന ചെമ്പുലി എന്ന് പറയുന്നത്. അത് പെയിന്റ് അടിച്ച് തുടങ്ങിയിട്ടില്ല. അത് ഒരു 1.5 സസ്പെൻസ് ആയിരിക്കും. അത് ഇപ്പോഴൊന്നും പറയുന്നില്ല. അവസാന നിമിഷങ്ങളിൽ മാത്രമായിരിക്കും അല്ലേ?
അവസാനം ഒരിക്കൽ നമ്മൾ പൊളിക്കാൻ പോകുന്നത്. വേറെ സാധനം സസ്പെൻസ് വേറൊരു കാര്യം, ഈ ഭക്ഷണം എങ്ങനെയാ? ഭക്ഷണം അത് പ്രത്യേക കൂട്ടുകളാ. അത് ഈ സമയത്തേക്ക് വേണ്ടി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അല്ലാത്ത സമയത്ത് വയറില്ല. ഇല്ലില്ല, അത് നമ്മൾ 6 pack ആയി നടക്കുന്നത്. എല്ലാം മനസ്സിലാക്കാം. എന്ന് വിചാരിച്ചാൽ മതി. എപ്പോഴും ഇങ്ങനെ തന്നെ നമ്മൾ ഇതിനു വേണ്ടി കൊണ്ട് നടക്കുന്നത്. തവണ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള പ്ലാൻ എല്ലാം സീക്രട്ട് കിട്ടി. പിന്നെ കഴിഞ്ഞ കൊല്ലം താങ്കളെ ഇറക്കാനുള്ള ഒരു പരിപാടി പ്ലാൻ പറഞ്ഞായിരുന്നു. ഇനി അടുത്ത കൊല്ലം ആക്കാന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടിച്ച് ചോദിക്കാൻ പറ്റില്ലല്ലോ. വയറ് സ്വന്തം വയറല്ലേ. നമ്മളെ രാവിലെ ഫുൾ ആവേശത്തിലൊന്നും ഒരു പുലി അവിടെ സൈഡായിട്ട് റെസ്റ്റ് എടുക്കുക. അത് പുലി കുതിക്കാൻ വേണ്ടിട്ട് പുതിയ പുലി ആവില് ആ പുലി പുലിയേ റെസ്റ്റ് എടുക്കുക. പുലി പതുങ്ങ് കാണുന്ന ഞങ്ങള് പറഞ്ഞേക്കുന്ന കുതിക്കാൻ വേണ്ടിട്ട്. വിയ്യൂരിൽ പുലിയുണ്ട്. അത് നമ്മളെ നിങ്ങളുടെ ബലത്തില് ഞാൻ പറയാൻ നമ്മളെ ജയിക്കുക, അല്ലാണ്ട് അവര് പാട്ട് റിലാക്സ് ആയിട്ട് പാടിയ നാടൻപാട്ട് മനുഷ്യണ്ട് ഇടപെടാം. ഓടപ്പുഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഓടപ്പുഴ ആകെ അലഞ്ഞോരാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഓടപ്പഴം പോലൊരു ഒരുപാട് പാട്ടുകളും കേൾക്കാനുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് പുലികളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്. വിശേഷങ്ങളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊക്കെ തുടങ്ങിയിട്ടുള്ള സാമ്പിൾ മാത്രമാണ്. മോത്തിയുണ്ട് ഫ്ലോറിൽ. അപ്പൊ മോത്തി ഇനി പുലിക്കളി കാണാനായിട്ട് വൈകുന്നേരം കാത്തിരുന്നോളൂ കേട്ടോ. ഇതൊന്നും അല്ല, ഇതൊരു വെറും സാമ്പിൾ മാത്രമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. എന്താണെന്നുള്ളത് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ തുടക്കം എത്രയാണെങ്കിൽ അവസാനം എന്തായിരിക്കും പറയണ്ടല്ലോ അല്ലെ. വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ആവേശത്തിമിർപ്പിലാണ് മാതൃഭൂമി ന്യൂസ് സംഘവും. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഒപ്പം തൃശ്ശൂരിൽ ഇന്ന് പുലി ഇറങ്ങുകയാണ്. അതിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാ മനുഷ്യരും. സന്തോഷത്തോടെ ആഘോഷത്തോടെ അങ്ങനെ ഇന്നത്തോടെ ഏതാണ്ട് സമാപനമാവുകയാണ്